കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛൻ ആ ഏരിയയിലെ വൻ തോക്കാണെന്നും IG ആയിട്ട് കണക്ഷനുള്ള ആളാണെന്നും സ്വന്തം മോളെ ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഒക്കെ കെട്ടിച്ചു കൊടുക്കുമെന്ന് SIയും ചോദിക്കുന്നുണ്ട്. പക്ഷേ പെണ്ണിന് പിടിക്കേണ്ട സാറേ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ ഇവൻ നേരത്തെ കയറി മുട്ടിയില്ലായിരുന്നെങ്കിലേ ആ പെണ്ണ് സമ്മതിച്ചേനെന്ന് SIയും പറയുന്നുണ്ട്. അയ്യോ സാറേ, അങ്ങനെയൊന്നുമല്ല, അവൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. വീട്ടുകാർ അതുതന്നെ നടത്തുമെന്ന് ഉറപ്പായപ്പോഴാ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഇനി നിങ്ങൾ തിരിച്ച് അവരുടെ കൂടെ അയച്ചു കഴിഞ്ഞാലും അവൾ എന്ത് വേണേലും ചെയ്യും സാറേ. അല്ലെങ്കിൽ ഇനി കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് അവൾ വാശി പിടിക്കും. അങ്ങനെ വന്ന അയാളുടെ അച്ഛൻ വെറുതെ ഇരിക്കില്ല സാറേ. അയാൾക്ക് മുഖ്യം അയാളുടെ അന്തസ്സും സ്റ്റാറ്റസും ഒക്കെയാ. സാറേ, നിധി ഒരു പാവമാ സാറേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അതേടാ, എല്ലാവരും പാവമാ. ആ കൂട്ടത്തിലെ നീയും ഒരു പാവം. അവളെങ്ങാനും തിരിച്ച് അച്ഛന്റെ കൂടെ പോകുമെന്നൊരു വാക്ക് പറഞ്ഞ പാവം നിന്റെ കാര്യം അതോടെ തീരുമാനമാവും എന്ന് SI പറയുന്നത് കേട്ട് സുധീഷും പരിഭ്രമത്തോടെ സാർ എന്ന് വിളിക്കുന്നുണ്ട്. അതേടാ, ഈ കേസിന്നേ പ്രേമം എന്നൊരു വാക്ക് ഞാൻ അങ്ങ് വെട്ടിമാറ്റും. പകരം തട്ടിക്കൊണ്ടു പോവലാക്കും. മനുഷ്യക്കടത്തേ എന്ന് SI പറയുന്നത് കേട്ട് മനുഷ്യക്കടത്തോ? സാറേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നിധി തന്നെ പറഞ്ഞില്ലേ എന്ന് പരിഭ്രമത്തോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. അച്ഛനും മോളും സംസാരിച്ച കഥയൊക്കെ അങ്ങ് മാറും മോനെ എന്ന് SI പറയുമ്പോഴേക്കും ഇനി എന്തു ചെയ്യും ഈശ്വര എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ സുധീഷും നിൽപ്പുണ്ട്. അവിടെ നിധിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജീവും അരുണും. അരുൺ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും രാജീവും അവളുടെ അടുത്തേക്ക് വന്നിരുന്ന്, നിധി നീ വീട്ടിലേക്ക് വാ, ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. എന്നെ കൊണ്ടിങ്ങനെ അപേക്ഷിപ്പിക്കല്ലേ മോളെ എന്ന് രാജീവൻ ടെൻഷനോടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, അച്ഛാ ഈ കല്യാണം നടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുതാ. അതുപോലെ ആ സുധീഷിനെ ഒന്നും ചെയ്യില്ലെന്നോ. എന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞ് നിധി കൈ നീട്ടുന്നുണ്ട്. അത് കേൾക്കെ രാജീവും ദേഷ്യത്തോടെ, അവനെ എന്തു ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനോടുള്ള പ്രേമം നിനക്ക് തീരുന്നില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ പ്ലീസ് ഈ കല്യാണം നടത്തില്ലെന്ന് അച്ഛൻ പോലീസിന്റെ മുന്നിൽ വെച്ച് സൂര്യയോട് പറ. ആ ഒരു ഉറപ്പ് മാത്രം മതി. എന്നാ ഞാൻ ഈ നിമിഷം അച്ഛന്റെ കൂടെ വരാം. അച്ഛാ, സുധീഷിനെ എനിക്ക് നേരത്തെ അറിയില്ല. വീട്ടിൽ നിന്ന് പോണെന്ന് ഞാൻ അവനോട് പറഞ്ഞത് അവൻ എന്നെ സഹായിച്ചെന്നേ ഉള്ളൂ എന്നവൾ പറയുമ്പോൾ, പുതിയ കഥയുണ്ടാക്കുകയാണോ? ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇനി നീ പറയുന്നത് സത്യമാണെന്ന് തന്നെ വെക്ക്. ആ നായ അത് എന്നോട് വന്ന് പറഞ്ഞിരിക്കണം, അല്ലാതെ ഓടിപ്പോവല്ല വേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചായോണ്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വീട്ടിൽ ചെന്ന് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ എന്ന് രാജീവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അരുൺ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലിട്ട ബെഞ്ചിൽ ചെന്നിരിക്കുമ്പോഴേക്കും മനസമാധാനമില്ലാതെ സൂര്യയും ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അത് കാണാൻ രാജീവിന്റെ ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ വെളിക്കുമുട്ടിയ വെരുകിനെ പോലെ നിന്ന് തിരിയുന്നതെന്ന്. അപ്പോഴേക്കും അവരുടെ ലീഡറും പറയുന്നുണ്ട്, ആ ചായ എടുത്തെറിഞ്ഞപ്പോൾ എനിക്ക് കലി വന്നതാ. പിന്നെ കൊട്ടേഷൻ അവരുടെയാണല്ലോ നോർത്ത് മിണ്ടാതിരുന്നതാ. കൂലി വാങ്ങുമ്പോഴേ ആ ചായ കാശ് കൂടി ചേർത്ത് വാങ്ങണമെന്ന്. അരുൺ ദേഷ്യത്തോടെ നിൽക്കുന്ന സൂര്യയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും സൂര്യയുടെ മൊബൈലും റിങ് ചെയ്യുന്നുണ്ട്. അവൻ ആ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട്, ദേ മമ്മിയോട് ഞാൻ ഇനി എന്തു പറയണം? അങ്കിൾ ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, എല്ലാം ശരിയാവും സൂര്യ, പ്ലീസ് വെയിറ്റ് എന്ന് അരുണും പറയുന്നുണ്ട്. അത് കേട്ടിട്ടും സമാധാനമില്ലാതെ സൂര്യ സ്റ്റേഷനകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ SIയുടെ മുന്നിലിട്ട കസേരയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സുധീഷിനെയാണ് കാണുന്നത്. സൂര്യ ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന്, ഏയ് നിന്റെ മുന്നിൽ ഞാൻ തോറ്റെന്ന് കരുതുന്നുണ്ടോ? ഇന്ന് നിശ്ചയം നീ മുടക്കി. നാളെ കല്യാണം ഞാൻ നടത്തും. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിനുള്ളതെല്ലാം ഒരുമിച്ച് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, എടാ നിന്നെ പോലൊരുത്തന്റെ കയ്യിലെ അവൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇനിയും എങ്ങനെയാ നിന്റെ മുന്നിൽ തരാതെ അവളെ കാക്കേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. എനിക്ക് നിധിയെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ആ നിധിയെ നിനക്ക് ഞാൻ വിട്ടുതരൂല, അത് ഉറപ്പാ എന്ന് പറഞ്ഞ് സൂര്യ ചിരിക്കുമ്പോഴേക്കും സൂര്യയും ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചോണ്ട്, ഡാ റാസ്കൽ എന്ന് പറഞ്ഞവന്റെ ഷർട്ടിനിട്ട് കുത്തി പിടിക്കുമ്പോഴേക്കും, അയ്യോ സാറേ എന്നെ തല്ലാൻ വരുന്നേ, ഓടിവായോ. അയ്യോ എന്നെ തല്ലുന്നേ, ഓടി വന്ന് രക്ഷിക്കണേ സാറേ. സാറേ എന്നെ തല്ലി കൊല്ലുന്നേ സാറേ എന്ന് പറഞ്ഞ് സുധീഷ് ആർത്ത് വിളിക്കുമ്പോഴേക്കും SIയും കൂട്ടരും വന്ന് സൂര്യയെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നീട് SIയുടെ മുമ്പിലിട്ട കസേരയിലിരിക്കുന്ന രാജീവിനെയും നിധിയുമാണ് കാണിക്കുന്നത്. സൂര്യയും അരുണും സുധീഷുമെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. SI നിധിയോടായി കുട്ടി എന്തു പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അച്ഛനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട്, ഞാൻ പോവാം സാർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കല്യാണം നടത്തില്ലെന്ന് എനിക്ക് ഉറപ്പു തരണം എന്നവൾ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ, അതെങ്ങനെ? അതൊന്നും ശരിയാവില്ലെന്ന് സൂര്യയും പറയുന്നുണ്ട്. സൂര്യ എന്ന് വിളിച്ച് രാജീവ് അവനെ താക്കീത് ചെയ്തുകൊണ്ട് നിധിയോടായി, കുഞ്ഞുങ്ങളോട് ചൊല്ലിക്കൊടുക്കും പോലെ ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞു, ഇനിയും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ആദ്യം വീട്ടിലേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിധി,
അച്ഛന് BP ഉള്ള കാര്യം നിനക്കറിയില്ലേ? ഇന്നലെ രാത്രി മുതൽ അച്ഛൻ ഉറങ്ങിയിട്ട് പോലുമില്ല. നീ ചെന്ന് വണ്ടി കയറിക്കേ എന്ന് അരുണും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും, സാർ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് വേണം, അല്ലെങ്കിൽ ഞാൻ പോവില്ലെന്ന് SIയോടായി പറയുന്നുണ്ട്. ഇവരോടൊപ്പം പോയില്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോവും എന്ന് SI ചോദിക്കുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും താമസിച്ചോളാം സാർ, എന്തെങ്കിലും ജോലിയെടുത്ത് ജീവിച്ചോളാം എന്ന് നിധി പറയുമ്പോൾ, നീ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. ഈ തെണ്ടിയുടെ കൂടെ കുപ്പ നിരങ്ങി ജീവിക്കാനല്ലേ? എന്നെക്കാൾ എന്ത് യോഗ്യത ഇവനുള്ളതെന്ന് ചോദിച്ച് സൂര്യ നിധിയുടെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും സുധീഷും അവനെ ചെന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരൻ ഇടപെട്ട് സൂര്യയെ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും നിധിയോടായി പറയുന്നുണ്ട്, നിധി, എന്റെ ക്ഷമ ഇനിയും നീ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇത്രയും കാലം സ്നേഹിച്ചും ലാളിച്ചും ആവശ്യപ്പെട്ടതെല്ലാം തന്ന് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് ഇതാണോ നീ തിരിച്ചു തരുന്നത്? ശരിയാ, കഷ്ടപ്പെട്ട് വളർത്തിയതാ, എന്നിട്ട് ഇയാളെ പോലൊരുത്തനെ കെട്ടിച്ചയക്കാനോ എന്ന് നിധി രാജീവിനോടായി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ SIയോടായി, സാർ സ്കൂളിലും കോളേജിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടാ ഞാൻ ജയിച്ചത്. എഞ്ചിനീയറിംഗിന് എനിക്ക് പുറത്തു പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു. മദ്രാസ് IITയിലും ബാംഗ്ലൂരിലും എനിക്ക് സീറ്റ് കിട്ടിയതാ. ദൂരേക്ക് പറഞ്ഞയക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് എന്നെ വിട്ടില്ല. ഓണം കേറാൻ മുലയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ചേർത്തു. സൗകര്യങ്ങളില്ല, നല്ല അധ്യാപകരില്ല, എന്നിട്ടും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് വാങ്ങി. എനിക്കിനിയും പഠിക്കണം സാർ, സ്വന്തമായിട്ട് ജോലി മേടിക്കണം. അതെന്തിനാന്നാ ഇപ്പൊ എന്റെ വീട്ടുകാർ ചോദിക്കുന്നത്? എന്റെ സ്വപ്നങ്ങൾക്ക് ഒരു വിലയുമില്ലേ സാർ? എന്റെ ആഗ്രഹങ്ങളെപ്പറ്റി ഞാൻ ഇയാളോട് പറഞ്ഞപ്പോ അടുക്കള ജോലിക്ക് ഈ പഠിപ്പ് ധാരാളമാണെന്നാ ഇയാൾ പറഞ്ഞത്. ഇയാളോടൊപ്പം ഒരു 10 മിനിറ്റ് പോലും തികച്ച് സംസാരിക്കാൻ പറ്റില്ല സാർ. അങ്ങനെ ഒരാളെ എങ്ങനെയാ വിവാഹം കഴിക്കുന്നത്? എല്ലാരോടും ഞാൻ കരഞ്ഞപേക്ഷിച്ചതാ, ആരും കേട്ടില്ല. അതാ ഞാൻ ഇറങ്ങിപ്പോയത്. ഇപ്പൊ തിരിച്ചു പോയാ എല്ലാരും കൂടി ഇയാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കും. അത് ഉറപ്പാ, ഞാൻ പോവില്ല സാർ. ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പ് കിട്ടാതെ ഞാൻ പോവില്ല എന്ന് നിധിയും SIയോട് തീർത്തു പറയുന്നുണ്ട്. അതെല്ലാം കേട്ടോണ്ടിരുന്ന സൂര്യ വീണ്ടും, ഓ അത്രയ്ക്കായോ, അതൊന്നു കാണണമല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നിധിയുടെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും അവനെ തടയുന്നത് കണ്ട് രാജീവും എഴുന്നേറ്റ്, നീ ആരാടാ അവനെ തടയാൻ എന്ന് ചോദിച്ച് സുധീഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഗോപിയേട്ടനും വന്ന് സുധീഷിനെ പിടിച്ച് മാറ്റുമ്പോഴേക്കും, അച്ഛാ തല്ലരുതെന്ന്, എന്നെ ചീത്ത വിളിച്ച് തല്ലാൻ വന്നത് ഇയാളാ എന്ന് സൂര്യയെ ചൂണ്ടിക്കൊണ്ട് നിധി പറയുന്നുണ്ട്. അയാളെ തല്ലാൻ നിൽക്കാതെ ഇയാൾ എന്തിനടിക്കുന്നേ എന്ന് നിധി ചോദിക്കുമ്പോ, ആരോടാ സംസാരിക്കുന്നേന്ന് അറിയോ നിനക്ക്? നിന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ ഒരു വിലയും നൽകിയിട്ടില്ല അല്ലേ? ഇത്രയും കാലം നിനക്ക് ചെയ്തു തന്നതൊന്നും പോരാ അല്ലേ? ജോലി ചെയ്ത് കഷ്ടപ്പെടാതെ റാണിയെ പോലെ ജീവിക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്നപ്പോ തിന്നത് എല്ലിന്റെ ഇടയിൽ കുത്താൻ തുടങ്ങി അല്ലേ? നീ കൂടെ ഇറങ്ങിപ്പോന്നവനല്ലേ ഈ വൃത്തികെട്ടവൻ? ഇവൻ നിന്നെ പഠിപ്പിക്കോ? അവൻ പറഞ്ഞോന്ന് രാജീവ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇയാളെന്തിനാച്ചാ എന്നെ പഠിപ്പിക്കുന്നേ? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്ന് നിധി പറയുമ്പോഴേക്കും, സംസാരിച്ച് സമയം കളയാതെ അവളെ എടുത്ത് വണ്ടിയിലിടങ്ങളെ എന്ന് സൂര്യയും അലറുന്നത് കണ്ട്, ഇവൻ പറഞ്ഞ പോലെ ഒരു സൈക്കോയല്ലേ എന്ന് SI ഗോപിയേട്ടനോടായി ചോദിക്കുന്നുണ്ട്. സംശയമൊന്നുമില്ല സാറേ, ഇവൻ ചിലപ്പോൾ ആ പെൺകുട്ടിയെ കൊന്നു കളയാനും മടിക്കില്ല എന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. നിധി വാ എന്ന് പറഞ്ഞ് രാജീവ് വീണ്ടും വിളിക്കുമ്പോഴേക്കും, ഞാൻ വരില്ലെന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട്. നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ എനിക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല. അരുൺ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞ് രാജീവ് നിധിയുടെ കയ്യിൽ പിടുത്തമിടുമ്പോഴേക്കും, സാർ വേണ്ട സാർ, വിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സുധീഷും അവരെ തടയുന്നുണ്ട്. രാജീവ് അത് മൈൻഡ് ചെയ്യാതെ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അരുണും അവിടെ കിടന്ന ഒരു ചെയറെടുത്ത് സുധീഷിന്റെ നേരെ ചെല്ലുന്നുണ്ട്. പോലീസുകാർ അതവന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുമ്പോഴേക്കും അരുൺ ദേഷ്യത്തോടെ സുധീഷിനെ പൊതിരെ തല്ലുന്നുണ്ട്. അടിയുടെ അവനെ എന്ന് പറഞ്ഞ് സുധീഷും സൂര്യയെ പിടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. പോലീസുകാരെല്ലാവരും ചേർന്ന് അവരെ പിടിച്ചു മാറ്റുമ്പോഴേക്കും, നിർത്തടാ, പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്തും കാണിക്കാമെന്ന് നീ ഒന്നും വിചാരിക്കരുത്. അതൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ മതി. ഇവിടെ അതൊന്നും നടക്കില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയാ. നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ പിടിച്ചോണ്ട് പോവാനൊന്നും പറ്റില്ല. നിങ്ങളെ പേടിച്ച് ആ പെൺകുട്ടി ഓടിക്കയറി വന്നത് ഈ സ്റ്റേഷനിലേക്കാ. അതിന്റെ പരാതി കേൾക്കാതെ നിങ്ങളെ കൂടെ വിട്ടയച്ച് നാളെ അതിന്റെ ജീവനോ മറ്റോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ, അതുപോലെ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നില്ലേ, ഇവനൊരു പരാതി എഴുതി മേളിലേക്ക് അയച്ചാ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് SIയും അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും SIയോടായി, മുകളിൽ നിന്ന് ചോദ്യം വന്നാലല്ലേ സാർ സമാധാനം പറയേണ്ടതുള്ളൂ, വന്നില്ലെങ്കിലോ അത് ഞാൻ ഇപ്പൊ തീർത്തു തരാം എന്ന് പറഞ്ഞ് തന്റെ മൊബൈൽ എടുത്ത് IG വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടാതാവുമ്പോഴേക്കും, 1 മണിക്കൂറിനകം ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരും, അപ്പോൾ എൻ്റെ കൂടെ IG-യും ഉണ്ടാവും, പിന്നെന്തു വേണമെന്ന് അപ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ അരുണിനോട് വണ്ടി എടുക്കാനായി പറഞ്ഞുകൊണ്ട് രാജീവ് അവിടെ നിറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും, അങ്കിൾ IG-യെ കാണാൻ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നുണ്ട്. അവർ സ്റ്റേഷന് പുറത്തിറങ്ങി കാറും എടുത്തോണ്ട് പോകുമ്പോഴേക്കും രാജീവിന്റെ ആളുകൾ അത് കണ്ട് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ദേ സാറ് പോകുന്നു, നമ്മളും കൂടെ പോണ്ടേ എന്നൊരുത്തൻ ചോദിക്കുമ്പോ, പെണ്ണിപ്പോഴും അകത്തല്ലേ, നമ്മൾ കാവൽ വേണ്ടേ എന്ന് ചോദിച്ചോണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. നിധി അപ്പോഴേക്കും ആകെ ടെൻഷനോടെ സുധിയോടായി പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. ഇന്നലെ ആ ഫോൺ
എടുക്കാതിരുന്നാ മതിയായിരുന്നു, ആരും അറിയില്ലായിരുന്നു, എങ്ങനെങ്കിലും സേഫായി ഒരു ഹോസ്റ്റലിൽ ചെന്ന് താമസിക്കായിരുന്നു എന്നവൾ പറയുമ്പോ, എടോ ആ ഫോൺ എടുത്തില്ലെങ്കിലും അവർ തേടി വരും, ആദ്യം എന്നെ കണ്ടെത്തും, അങ്ങനെ നിധിയുടെ അടുത്തെത്തും എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തു ചെയ്യും, തിരിച്ചുപോയാ ഉറപ്പായും കല്യാണം നടത്തും എന്ന് നിധി പറയുമ്പോ, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് അതിനാണോ? അല്ലല്ലോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണം ഇയാൾക്ക് കഷ്ടപ്പാടായി, എല്ലാരും കൂടി ചേർന്ന് ഇയാളെ സോറി എന്ന് സങ്കടത്തോടെ നിധി പറയുന്നുണ്ട്. അടി എത്ര വേണേലും ഞാൻ കൊണ്ടോളാം, അതൊന്നും സാരമില്ല, പക്ഷേ ഇവിടുന്ന് ഇയാളെ ബലമായിട്ട് കൊണ്ടുപോകുന്നായിരുന്നു എന്റെ പേടി, അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ലടോ എന്ന് സുധീഷ് പറയുമ്പോ, തിരികെ പോയാൽ ഒരിക്കലും ശരിയാവില്ല, എനിക്ക് പേടിയായിട്ട് വയ്യ, എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ പ്ലീസ് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുധീഷ് അവളുടെ കൈ ചേർത്ത് പിടിച്ചോണ്ട്, പേടിക്കാതെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവളും അവളുടെ കൈ നിതീഷിന്റെ കൈമേലെ ചേർത്ത് വെക്കുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന ഗോപിയേട്ടനും SIക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗോപിയേട്ടാ ചെല്ലെന്ന് SI പറയുമ്പോഴേക്കും ഗോപിയേട്ടനും സുധീഷിന്റെ അടുത്തെത്തി, ഇതാ സുധീഷേ വാ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. SI അപ്പോഴേക്കും നിധിയെ വിളിച്ച് ചേറിൽ വന്നിരിക്കാനായി പറയുന്നുണ്ട്. അവൾ അങ്ങോട്ട് വന്നിരുന്നുണ്ട്. സാർ ദയവ് ചെയ്ത് എന്നെ തിരിച്ചയക്കരുത് പ്ലീസ് സാർ എന്ന് പറയുന്നുണ്ട്. മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, പക്ഷേ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കുട്ടിയെ വിടാതിരിക്കാൻ പറ്റില്ല എന്ന് SIയും നിസ്സഹായതയോടെ പറയുന്നുണ്ട്. ഞാനല്ലേ സാർ പോകുന്നില്ലെന്ന് പറയുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, അതിനാരുടെ കൂടെയാണ് കുട്ടി പോകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവൻ ആരാണെന്നും അവന്റെ കുടുംബം എന്നാണെന്നും കുട്ടി ചോദിച്ചിട്ടുണ്ടോ? കുട്ടിയെ അവൻ മയക്കി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാലോ എന്ന് SI ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനെയല്ല സാർ, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ സുധീഷിനോട് പോവാന്ന് പറഞ്ഞെന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷിനെ കൊണ്ട് സ്റ്റേഷനിലെ വരാന്തയിലെത്തുന്ന ഗോപിയേട്ടനും അവനോടായി ചോദിക്കുന്നുണ്ട്, എടാ സുധീഷേ തിരുവനന്തപുരത്ത് എവിടാ വീടെന്ന്. അത് വഴുതക്കാടിനടുത്താണെന്ന് അവൻ പറയുമ്പോൾ, കാശുള്ള വീട്ടിലെ പെൺകൊച്ചിനെ നോക്കി അങ്ങ് വീഴ്ത്തിയല്ലേ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. സാറേ അത് സത്യമായിട്ടും അങ്ങനെയൊന്നുമല്ല സാറേ, ആ കുട്ടി ശരിക്കും ഒരു പാവമാ, അതിന്റെ വീട്ടുകാരാണെങ്കിൽ ഭയങ്കര ടോർച്ചറിങ്ങുമാ, എന്നെ കെട്ടാനിരിക്കുന്നവനാണെങ്കിലോ അവൻ അതിനേക്കാളും വലിയ മാരകം എന്ന് സുധീഷ് പറയുമ്പോൾ, അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ഗോപിയേട്ടനും. പക്ഷേ IG വന്ന് ആ പെണ്ണിനെ അവളുടെ അച്ഛന്റെ കൂടെ അയച്ചാ നീ അകത്താവും, അതറിയാവോ നിനക്ക് എന്ന് ഗോപിയേട്ടൻ ചോദിക്കുന്നത് കേട്ട് പരിഭ്രമത്തോടെ ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഒരു പെണ്ണിനെ കടത്തിയ കേസല്ലേ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ, ഞാൻ കടത്തിയിട്ടില്ലെന്ന് നിധി പറഞ്ഞതല്ലേ. സുധീഷും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാൻ മാത്രമേ പറ്റൂ, ചേച്ചി എടുത്ത് അകത്തിടാൻ പറഞ്ഞാ നീ അകത്താവും, പിന്നെ കേറിയൊന്ന് പെരുമാറിക്കോളാൻ പറഞ്ഞാ ഞങ്ങൾ പോലീസുകാർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല, നിന്റെ കാര്യമോർത്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ ഇടിക്കേണ്ടി വരും. ഇനി ആ കുട്ടി പോവാൻ കൂട്ടാക്കിയില്ലെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? പോകാൻ നേരത്തെ അവർ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴത്തെ ദേഷ്യത്തിന് നിന്നെ വെട്ടി അരിഞ്ഞിട്ട് അവരാ പെണ്ണിനെ കൊണ്ട് പോകും. ആ നിൽക്കുന്ന ഗുണ്ടകളിൽ ഒരാൾ ആ കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ രണ്ടായാലും നിന്റെ കാര്യം പോക്കാം എന്ന് ഗോപിയേട്ടൻ പറയുമ്പോൾ, സാറേ ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴിയുള്ളതെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാനല്ലേ രണ്ടുപേരും കൂടി ഓടി വന്നത്, ഒരു കാര്യം ചെയ്യേ, ഇവിടെ വെച്ച് നിങ്ങളുടെ കല്യാണം നടത്താം എന്ന് ഗോപിയേട്ടൻ പറയുന്നത് കേട്ട് സുധീഷും വായും പൊളിച്ച് നിൽപ്പുണ്ട്. അപ്പുറത്ത് രജിസ്ട്രാർ ഓഫീസ് ഉണ്ടടാ, രജിസ്ട്രാറോട് ഇങ്ങോട്ട് വരാൻ പറയാം, അതിനുശേഷം നിങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് അവളുടെ അച്ഛൻ്റെന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്യാം, എന്താ എന്ന് ഗോപിയേട്ടൻ പറയുന്നത് വിശ്വസിക്കാനാവാതെ, സാർ കല്യാണമോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അതിനല്ലേടാ നീ ഈ പെടാപ്പാടൊക്കെ പെട്ടേ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ, കല്യാണമോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെ കല്യാണം എന്ന് ഗോപിയേട്ടൻ പറയുമ്പോൾ, അത് നടന്നാ പിന്നെ അവളെ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ സാറേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് ഗോപിയേട്ടൻ സമ്മതിക്കുമ്പോൾ, മാത്രമല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് എന്നെ കൊല്ലാനും പറ്റില്ല അല്ലേ സാറേ എന്നവൻ ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, മകളുടെ ജീവിതം പോയാലും മരുമകൻ ചത്താ മതി എന്ന് ചിന്തിക്കുന്ന അച്ഛനാണ് അയാളെങ്കിൽ നീ ചത്തതിനു ശേഷം ഞങ്ങൾക്ക് കേസ് എടുക്കാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടിയാ, നീ ചെന്നിട്ട് ആ പെണ്ണിനോട് കാര്യങ്ങൾ സംസാരിക്കുക, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും സുധീഷ് പോവാനൊരുങ്ങുന്ന കണ്ട് അവനെ തിരികെ വിളിച്ചോണ്ട്, കാശുണ്ടോടാ നിന്റെ കയ്യിൽ? പൂമാലയും 2 ഗ്രാമിന്റെ താലിയും വാങ്ങാനുള്ള കാശ് എന്റെ ഫോണിലേക്ക് അയക്കെന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ തന്റെ മൊബൈൽ എടുക്കുമ്പോഴേക്കും, സാറേ അത്രയ്ക്ക് കാശൊന്നും എന്റെ കയ്യിലില്ല സാറേ എന്ന് സുധീഷും പറയുന്നുണ്ട്. പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിട്ട് ദാരിദ്ര്യം പറയുന്നോ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ, സാറേ അത് സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ സാറേ, 2 ഗ്രാം എന്ന് പറയുമ്പോൾ 10-25,000 രൂപയാവില്ലേ എന്ന് സുധീഷ് അങ്കലപ്പോടെ ചോദിക്കുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യേ, തൽക്കാലം ഒരു റോൾഡ് ഗോൾഡ് വാങ്ങാം, സ്വർണമാണെന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഉച്ചയ്ക്ക് സ്റ്റേഷനിലെ പോലീസുകാർക്ക് സദ്യ കൊടുക്കണം, അതിന് കാശില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കൂമ്പിനിടിക്കും ഞാൻ എന്ന് SI പറയുമ്പോഴേക്കും അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട് സുധീഷ്. എന്നാ എന്റെ നമ്പർ കുറിച്ചെടുത്തോന്നും പറഞ്ഞ് തന്റെ നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട് ഗോപിയേട്ടൻ. അവൻ നമ്പർ വാങ്ങിക്കൊണ്ട് കാശ് അയക്കുമ്പോഴേക്കും അത് നോക്കിക്കൊണ്ട് 1000 രൂപയോ, 5000 തികച്ചയക്കിടാന്ന് ഗോപിയേട്ടൻ പറയുന്നുണ്ട്. അവൻ ഗോപിയേട്ടനെ കാശ് അയച്ചു കൊടുക്കുന്നുണ്ടേ. ഗോപിയേട്ടൻ നിധിയുടെ കാര്യം അവതരിപ്പിക്കുമ്പോഴേക്കും, കല്യാണമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ കണ്ടുവച്ച പയ്യനല്ല ദേ ഇവൻ എന്ന് നിധിയുടെ അരികിലിരിക്കുന്ന സുധീഷിനെ ചൂണ്ടിക്കൊണ്ട് ഗോപിയേട്ടൻ പറയുന്നുണ്ട്. കുട്ടി ഓടിപ്പോന്ന
അതേ പയ്യൻ തന്നെ എന്ന് പറയുമ്പോൾ ഇയാളെ കല്യാണം കഴിക്കാനോ എന്ന് അമ്പരപ്പോടെ നിധിയും ചോദിക്കുന്നുണ്ട്. ഇത് കാണേ SIയും എന്താ ഗോപിയേട്ട ഇത്, ഈ കുട്ടി എന്ത് പറഞ്ഞാലും ഷോക്ക് അടിച്ച പോലെയാണല്ലോ പെരുമാറുന്നത്. രണ്ടുപേരും സ്നേഹിച്ചവര് വീട്ടുകാരെ പിടിക്കാൻ വന്നപ്പോ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയവര് പിന്നെ കല്യാണമെന്ന് പറയുമ്പോൾ പേടിക്കുന്നത് എന്തിനാന്ന് SIയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്, കുട്ടി ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഏർപ്പാടാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിയമത്തിന്റെ സപ്പോർട്ട് കിട്ടത്തില്ല എന്ന് ഗോപിയേട്ടൻ പറയുമ്പോഴേക്കും ഗോപിയേട്ട ഇതൊന്ന് സംസാരിച്ച് അവസാനിപ്പിക്കേ, നേരം കുറെ ആയി ഈ വള്ളിക്കെട്ടെന്ന് SIയും പറയുന്നുണ്ട്. അപ്പോഴേക്കും SI നിധിയോടായി പറയുന്നുണ്ട്, കുട്ടി പ്രേമമാണ് പ്രധാനമെങ്കിൽ അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച് രക്ഷപ്പെടാൻ നോക്ക്. പെൺകുട്ടി അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛന്റെ കൂടെ തിരിച്ചു പോയി അവര് പറയുന്ന പോലെ ചെയ്യ്, വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് SIയും പറയുന്നുണ്ട്. സാർ പ്രേമോ ഷോ എന്ന് ചോദിച്ചോണ്ട് നിധി ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും രണ്ടിലൊന്ന് പെട്ടെന്ന് തീരുമാനിക്കണം എന്ന് SIയും പറയുന്നുണ്ട്. കല്യാണമൊന്നും വേണ്ട സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ മതി എന്ന് നിധി പറയുമ്പോൾ അത് ശരി, കുട്ടിയുടെ അച്ഛൻ IG-യുമായി തിരിച്ചു വരുമ്പോൾ ഞാൻ എന്ത് പറയണം? കുട്ടിയെ പറഞ്ഞയച്ചെന്നോ, എന്റെ തൊപ്പി താഴെ വീഴും എന്ന് അവളോടായി ചോദിച്ചോണ്ട് ഒന്ന് സംസാരിക്കടോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് സുധീഷിനോടായി SI പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചോളാം സാറേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നാ വേഗം വേണം, വാ ഗോപിയേട്ട എന്ന് പറഞ്ഞ് SI ഗോപിയേട്ടനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തൊക്കെ ഈ പറയുന്നേ, കല്യാണോ നമ്മൾ തമ്മിലോ എന്ന് നിധി സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ല എന്ന് സുധീഷ് പറയുമ്പോ പിന്നെ അവര് പറഞ്ഞതോ എന്ന് വീണ്ടും നിധി ചോദിക്കുന്നുണ്ട്. അതൊരു നാടകം എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നാടകമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതെ ഞാൻ പറയുന്നത് ഇയാള് ശ്രദ്ധിച്ചൊന്ന് കേൾക്ക്, എന്നെ ഗോപി സാറ് മാറ്റിക്കൊണ്ട് പോയില്ലേ, അത് ശരിക്കും പറഞ്ഞാലേ ഞാൻ അവസാനിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇയാളുടെ അച്ഛൻ IG-യുമായി തിരിച്ചു വന്നാലേ ഇയാളെ ഉറപ്പായിട്ടും അച്ഛന്റെ കൂടെ പറഞ്ഞയക്കും. ഇയാളെ തട്ടിക്കൊണ്ടു പോന്നുവെന്ന ഇയാളുടെ അച്ഛന്റെ പരാതിയിലെ എന്നെ ലോക്കപ്പിലുമാക്കും. ലോക്കപ്പ് മർദ്ദനം ഉറപ്പാണെന്നാ ഗോപി സാർ പറഞ്ഞത് എന്ന് പറഞ്ഞ് തന്റെ നഖം കാണിച്ചു കൊടുത്തോണ്ട് ദേ ഈ നഖത്തിന്റെ ഇടയിൽ ആണി കയറ്റുമെന്ന്, പിന്നെ ഒരു ബെഞ്ചിൽ മലർത്തി കിടത്തിയിട്ടെ വലിയൊരു ഉലക്കയെടുത്ത് തുടയിൽ ഇങ്ങനെ ഇട്ട് ഉരുട്ടുമെന്ന്, പിന്നെ ഈ പറയാൻ പറ്റാത്തിടത്തൊക്കെ ഈർക്കിൽ കയറ്റുമെന്ന്. IG പറഞ്ഞാലേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കൂലെന്ന്. പിന്നെ അവര് വരുന്നതിന് മുമ്പ് ഞാൻ ഇയാളെയും കൊണ്ട് ഇറങ്ങിപ്പോയാലോന്ന് ചോദിച്ചതാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതെ അതാ നല്ലതെന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴാ ഗോപി സാറ് മറ്റൊരു കാര്യം പറഞ്ഞത് എന്ന് സുധീഷ് പറയുന്നത് കേട്ട് എന്ത് എന്ന് നിധിയും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇയാളെയും കൊണ്ട് പുറത്തേക്ക് പോയ ആ നിമിഷം ആ മുറ്റത്ത് നിൽക്കുന്ന കൊട്ടേഷൻ ടീം എനിക്ക് പണി തരുമെന്ന്, എന്നെ വെട്ടിക്കൊന്നിട്ട് ഇയാളെയും കൊണ്ട് അച്ഛൻ പോവുത്രേ, രണ്ടായാലും എന്റെ കാര്യം പോക്കാ. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ഇയാളെ നിർബന്ധിക്കൊന്നും ഇല്ലാട്ടോ, എന്റെ വിധി ഇതാണെങ്കിലോ എന്ന് ടെൻഷനോടെ സുധീഷ് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇയാളുടെ ജീവിതം എന്തിനാ കളയുന്നേ എന്ന് ടെൻഷനോടെ നിധി ചോദിക്കുമ്പോ കളയുന്നതല്ലോ അവരെടുത്തോണ്ട് പോകുന്നതല്ലേ. ഗോപി സാറാ പറഞ്ഞത് ഇങ്ങനൊരു കല്യാണമെങ്കിലും നടത്തി കഴിഞ്ഞാലേ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്, ഇയാളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു കുഴപ്പവും വരില്ലെന്ന് എഴുതി വാങ്ങിക്കാൻ പറ്റും എന്ന് സുധീഷ് പറയുന്നത് കേട്ട് ഒരു കല്യാണത്തിൽ നിന്നാ ഞാൻ ഒളിച്ചോടി പോന്നത്, എന്നിട്ട് വേറെ കല്യാണം എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് പിന്നെ ഇതൊരു കല്യാണമായിട്ട് കൂട്ടുന്നില്ലല്ലോ, ഇതൊരു ഫേക്ക് മാരേജ് അല്ലേ, പിന്നെ നമുക്ക് എന്ത് വേണേലും ചെയ്യാലോ, ഇത് റിയൽ അല്ലല്ലോ, വെറും ഡ്രാമ എന്ന് സുധീഷ് പറയുമ്പോൾ ഡ്രാമയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കേ, അതൊന്നും നടക്കില്ല, ഇയാളെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. ഇയാൾ പറഞ്ഞാൽ ഇനി അച്ഛൻ കേൾക്കുമെന്ന് കരുതുന്നുണ്ടോ? CIയുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ എത്ര തവണ തല്ലി, ഇയാളും കണ്ടതല്ലേ, ഞാൻ തന്റെ ലവറാണെന്ന് വെച്ചിട്ടല്ലേ എന്നെ തല്ലിയത്, ഞാൻ അത് മുഴുവനും കൊണ്ടു, അത്രേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ ഇല്ല എനിക്ക് പറ്റില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോ എന്റെ ജീവന് ഒരു വിലയുമില്ലേ കുട്ടി, ഇതൊരു ബൊമ്മ കല്യാണം പോലെ കണ്ടാ മതി, ഞാനും സേഫ് ആവും താനും സേഫ് ആവും, പിന്നെ പോലീസുകാരെ തന്നെ അച്ഛന്റെ കൂടെ പറഞ്ഞയക്കില്ല, അത് മാത്രമല്ല ആ സൈക്കോയെയും കെട്ടണ്ട, എല്ലാം നിധിയുടെ കയ്യിലാണ് കേട്ടോ, നിധിക്ക് തീരുമാനിക്കാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ആലോചനയോടെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഗോപിയേട്ടൻ അങ്ങോട്ട് വന്ന് എന്തായി തീരുമാനമെന്ന് ചോദിക്കുന്നുണ്ട്. തീരുമാനമായി സാർ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്ത് തീരുമാനമെന്ന് നിധിയും പതിയെ ചോദിക്കുന്നുണ്ട്. ഇതൊരു ഡ്രാമയാണെന്ന് സുധീഷും അവളോട് പതിയെ പറയുന്നത് കണ്ട് എന്താ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. അവരുടെ പരുങ്ങലെല്ലാം കണ്ട് എന്താ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല സാർ, ഞങ്ങൾ റെഡിയാണ് എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ത്യാഗം ചെയ്യുന്ന പോലെ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നു. അല്ല സാർ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാ. അല്ലേ നിധി പറയുന്ന സുധീഷ് പറയുമ്പോഴേക്കും മോൾ ഓക്കെ അല്ലേ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. സുധീഷ് പറഞ്ഞ പോലെ ആണെങ്കിൽ എന്ന് നിധി പറയുമ്പോഴേക്കും ആന്ന് അങ്ങനെയാണ് അല്ലേ സാർ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അല്ലേ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ ആണ് സാർ എന്ന് സുധീഷും. ഒരു ഫോട്ടോ എടുക്കേണ്ടി വരും, അതിന് മോടെ ഈ ഡ്രസ്സ് ശരിയാവില്ല, സാരി തന്നെ വേണ്ടി വരും, വണ്ടിയിൽ നിധിയുടെ ബാഗുണ്ട് സാർ എന്ന് സുധീഷ് പറയുമ്പോൾ വണ്ടി എവിടാന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. അപ്പുറത്തെ വളവിൽ കിടക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്നാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഗോപിയേട്ടനും പോവാൻ തുടങ്ങുന്നുണ്ട്. സുധീഷും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും പുറത്ത് ഗുണ്ടകളെന്ന് പറഞ്ഞ് പേടിയോടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നീ ചവാതെ ഞാൻ നോക്കിയാ പോരെ വാ എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ വനിതാ പോലീസിനോടായി കയ്യില് പൗഡറും കൺമഷിയും ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്.
ഉണ്ട് സാർ, ക്യൂടെക്സും സ്പ്രേയും ഉണ്ട് എന്നവൾ പറയുമ്പോഴേക്കും എന്നാലേ ഈ കുട്ടിയെ കൊണ്ടുപോയെന്നൊരുക്ക്, അപ്പോഴത്തേക്കും ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് വാടാന്ന് സുധീഷിനെ വിളിച്ചോണ്ട് ഗോപിയേട്ടൻ അവിടുന്ന് പോകുന്നുണ്ട്. അതെ, ഇത് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കിയാൽ മതി. ടെൻഷനൊന്നും വേണ്ട, ബി ബ്രേവ്, ധൈര്യമായിട്ടിരിക്കെ ഓക്കെ എന്ന് പേടിയോടെ ഇരിക്കുന്ന നിധിയെ സുധീഷ് ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഗോപിയേട്ടൻ വീണ്ടും തിരിച്ചു വന്ന് രഹസ്യമൊക്കെ ഇനി കെട്ട് കഴിഞ്ഞിട്ട് പറയാം വാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നീട് അവർ പോലീസ് ജീപ്പിനരികിലെത്തുമ്പോഴേക്കും സുധീഷ് മുൻ ഡോർ തുറക്കണ കണ്ട് പുറകിലോട്ട് കയറടാന്ന് ഗോപിയേട്ടൻ പറയുന്നുണ്ട്. സാറിന് തുറന്നു തന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറകിലേക്ക് കയറുന്നുണ്ടേ. അവർ ജീപ്പിൽ കയറി പോകുമ്പോഴേക്കും രാജീവിന്റെ ഗുണ്ടകളും അവരെ നോക്കിക്കൊണ്ട് അണ്ണാ ദേ അവനെ കൊണ്ടുപോകുന്നു, ഇനി ജയിലിലേക്കായിരിക്കോ എന്നവരുടെ ലീഡറോടായി ചോദിക്കുന്നുണ്ട്. രാജീവും അരുണും സൂര്യയുമെല്ലാം പോലീസുകാർ വിളിക്കുന്നതും കാത്തിരിപ്പാ. സൂര്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്കിൾ കുറെ നേരമായല്ലോ, എന്താ ഇവര് വിളിക്കാത്തെന്ന്. ഈ പോലീസുകാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലെന്ന്. സൂര്യ, അകത്തൊരു മീറ്റിംഗ് നടക്കുകയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് അരുണും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് തന്റെ ജീപ്പുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അവൻ ജീപ്പിൽ നിന്ന് നിധിയുടെ ബാഗുമായി പോകുമ്പോഴേക്കും രാജീവിന്റെ ആൾക്കാരും അത് കണ്ട് സാറിന്റെ മകളുടെ ബാഗാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറിന്റെ മകളെ സാറ് കൊണ്ടുപോകും, ഇവൻ അകത്തുമാവും, അപ്പോൾ നമ്മുടെ കൊട്ടേഷൻ വേസ്റ്റ് എന്ന് അവരുടെ ലീഡറും പറയുന്നുണ്ട്. പിന്നീട് നിധിയെ ആശ്വസിപ്പിക്കുന്ന വനിതാ പോലീസിനെയാണ് കാണിക്കുന്നത്. മോള് പേടിക്കാതിരിക്കെ, ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അതൊരു ഭാഗ്യ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല, അതുകൊണ്ട് സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാ. മോള് ടെൻഷൻ ആവാതെ എന്നവർ പറയുമ്പോഴേക്കും ബാഗുമായി സുധീഷും അങ്ങോട്ടെത്തുന്നുണ്ട്. വനിതാ പോലീസ് അവന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിച്ചുകൊണ്ട് വാ മോളെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്തേക്ക് പോവാം എന്ന് പറഞ്ഞവളെ വിളിക്കുമ്പോഴേക്കും നിധിയും എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട്. അവരുടെ മുമ്പിൽ കാണിക്കാൻ നമുക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ, ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യ് എന്ന് പറഞ്ഞവളെ പറഞ്ഞയക്കുന്നുണ്ട് അവൻ. അപ്പോഴേക്കും ഗോപിയേട്ടനും സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി കയ്യിൽ കുറച്ച് കവറുമായി സ്റ്റേഷനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അത് കാണുന്ന രാജീവിന്റെ ആൾക്കാരും അണ്ണ കല്യാണമലയല്ലേ അത്, അവരുടെ കല്യാണം നടത്താൻ പോവുകയാണോ എന്ന് ലീഡറോടായി ചോദിക്കുന്നുണ്ട്. സാറിനെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ അയാൾ മൊബൈൽ എടുക്കുമ്പോഴേക്കും വേഗം പറയണ എന്ന് കൂട്ടാളികളും പറയുന്നുണ്ട്. അവരുടെ കോൾ വരുമ്പോഴേക്കും പിള്ളാരാ എന്താന്ന് വെച്ചാൽ കൊടുത്ത് പറഞ്ഞു വിടെന്ന് പറഞ്ഞ് രാജീവൻ മൊബൈൽ അരുണിന്റെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട്. അരുണ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും സാറേ സ്റ്റേഷനിൽ വെച്ചേ നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണം നടത്താൻ പോവുക, ദേ മാലയൊക്കെ ആയി പോലീസുകാർ അകത്തേക്ക് പോയിരിക്കുക എന്നവ പറയുന്നത് കേട്ട് അരുണും അങ്കലാപ്പോടെ അച്ഛന്ന് വിളിക്കുന്നത് കണ്ട് എന്താന്ന് വെച്ചാ പറ എന്ന് സൂര്യയും പറയുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് അവരുടെ കല്യാണം നടത്താൻ പോവുകയാണെന്ന് എന്നരുൺ പറയുന്നത് കേട്ട് അവരും പരിഭ്രമത്തോടെ സ്റ്റേഷനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് നിധിയെ സാരിയെല്ലാം മുടിപ്പിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വനിതാ പോലീസിനെയാണ് കാണിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ കാണുമ്പോൾ കല്യാണ പെണ്ണിനെ പോലെയായി എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ സമ്മതിക്കണം കേട്ടോ, പണ്ട് ഞാനിങ്ങനെ ഒരാളുടെ പിറകെ നടന്നതാ, അവസാനം അച്ഛൻ പറഞ്ഞ ആളെ തന്നെ കെട്ടേണ്ടി വന്നു. പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ടെന്താ, ലാത്തിയും തോക്കുമെല്ലാം സ്റ്റേഷനിൽ വെച്ച് വന്നാ മതിയെന്ന് അച്ഛനും എന്ന് തന്റെ കഥ പറഞ്ഞുകൊണ്ട് മോൾ ഇവിടെ ഇരുന്നോ, സാർ വരുമ്പോ വിളിക്കാം എന്ന് പറഞ്ഞ് അവരും അവിടുന്ന് പോകുന്നുണ്ടേ. പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തുന്ന രാജീവിനെയും സൂര്യയെയും അരുണിനെയുമാണ് കാണിക്കുന്നത്. അവർ എസ്ഐയുടെ അടുത്തേക്ക് ചെന്ന് എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ബഹളം വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ചെറുക്കനും പെണ്ണും കൂടി സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വന്നിട്ട് ഞങ്ങൾ പ്രേമത്തിലാണ്, വീട്ടുകാരെ കൊല്ലാൻ വരുന്നു, കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് എസ്ഐ പറയുമ്പോ വാട്ട്, കല്യാണമോ, ആര് നിശ്ചയിച്ചു, അതിന് നിങ്ങൾക്കെന്താ അധികാരമെന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട്. ഡാഡാ മിണ്ടാതിരിക്കടാ, വന്നപ്പോൾ മുതൽ കീടമാവാൻ തുടങ്ങിയതാ ഇവൻ എന്ന് ഗോപിയേട്ടൻ പറയുമ്പോഴേക്കും ഗോപിയേട്ടാ അവരെങ്ങ് വിളിക്കുന്ന എസ്ഐയും പറയുന്നുണ്ട്. ഗോപിയേട്ടൻ അവരെ ചെന്ന് വിളിച്ചോണ്ട് വരുമ്പോഴേക്കും സുധീഷിന്റെ കൂടെ സാരിയെല്ലാം ഉടുത്ത് ഒരുങ്ങി വരുന്ന നിധിയെ കണ്ട് രാജീവും അരുണും സൂര്യയുമെല്ലാം അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട്. അവളെ കാണാൻ ദേഷ്യത്തോടെ എടി എന്ന് വിളിച്ച് അരുൺ അലറി അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും രാജീവ് അവനെ തടഞ്ഞോണ്ട് വേണ്ട, ഇതിലും കൂടുതൽ നമുക്കിനി സംസാരിക്കാനില്ലാന്ന് രാജീവും പറയുന്നുണ്ട്. അങ്കിൾ എന്താ ഈ പറയുന്നത്, ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോവാനോ, ഇതിനാണോ നമ്മൾ ഇവിടെ വന്നതെന്ന് സൂര്യയും അലറുന്നുണ്ട്. അത് കേൾക്കേടോ ഇയാളെ പിടിച്ച് മാറ്റി നിർത്തുന്ന എസ്ഐ സൂര്യയെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് സൂര്യയെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്നു. അപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതനുസരിച്ച് രജിസ്ട്രാറും അങ്ങോട്ടെത്തുന്നുണ്ട്. ഗോപിയേട്ടാ എല്ലാം ഓക്കെ അല്ലേ എന്ന് എസ്ഐ ചോദിക്കുമ്പോഴേക്കും അതെ സാർ, താലിയും മാലയും ഒക്കെ റെഡിയാ എന്ന് ഗോപിയേട്ടൻ പറയുന്നത് കേട്ട് താലിയും മാലയും എന്ന് സൂര്യയും അമ്പരപ്പോടെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും ഈശ്വര ഇനി ഇവളുടെ മനസ്സ് മാറുമോ എന്ന് ചിന്തിച്ചോണ്ട് സുധീഷ് അവളുടെ കയ്യിൽ പിടുത്തമിടുന്നുണ്ട്. രാജീവും അപ്പോഴേക്കും നിധിയോടായി ചോദിക്കുന്നുണ്ട്, നിധി ഇതെന്റെ അവസാനത്തെ ചോദ്യമാ, നീ എന്റെ കൂടെ വരുന്നോ അതോ ഈ റാസ്കലിനെ കല്യാണം കഴിക്കാൻ പോകുന്നോ? നിധി ഉത്തരം പറയാനാവാതെ നിൽക്കുമ്പോഴേക്കും ഒരിക്കൽ കൂടി ചോദിക്കുക രാജീവ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സുധീഷിനെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി തലയടിച്ചു പൊട്ടിക്കുന്ന രാജീവിനെയാണ്. അതോർക്കെ അവളും ധൈര്യത്തോടെ രാജീവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഇല്ലെന്ന് പറയുന്നുണ്ട്. അത് കേട്ട രാജീവും നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന്
കരഞ്ഞോണ്ട് നിൽക്കുന്ന നിധി ഒന്ന് നോക്കിക്കൊണ്ട് സുധീഷിന്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. നിധി സങ്കടത്തോടെ അച്ഛ അന്ന് വിളിക്കുമ്പോഴേക്കും നിനക്ക് വേദനിച്ചുവല്ലേ? അവനെ അടിച്ചപ്പോ നിനക്ക് നൊന്തോ? പക്ഷെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എന്നെ ചതിച്ചപ്പോ നിനക്കൊരു വേദനയും തോന്നിയില്ല എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അച്ഛാ. സോറി അച്ഛാന്ന് കരച്ചിലോടെ അവൾ പറയുന്നുണ്ട്. SI അപ്പോഴേക്കും രജിസ്ട്രാറോടായി സാറേ ആ ചടങ്ങങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും താൻ റെഡിയാണെന്ന് അയാളും പറയുന്നുണ്ട്. SI ഗോപിയേട്ടനെ വിളിക്കുമ്പോഴേക്കും റെഡിയാണ് സാർ എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കുന്ന പോലീസുകാരനെ വിളിച്ച് ആ മാല ഇങ്ങ് കൊണ്ടുവരാനായി പറയുന്നുണ്ട് ഗോപിയേട്ടൻ. അവർ മാല കൊണ്ടുവരുമ്പോഴേക്കും പെണ്ണിന്റെ അച്ഛനുള്ളപ്പോ തന്നെ സംഗതി നടക്കട്ടെ എന്ന് SI പറയുമ്പോഴേക്കും ഗോപിയേട്ടനും ഒരു മാലയെടുത്ത് സുധീഷിന്റെ കയ്യിൽ കൊടുത്തോണ്ട് ഇടടാ എന്ന് പറയുന്നുണ്ട്. അത് കണ്ട് രാജീവും സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് നിധിയെ നോക്കുമ്പോഴേക്കും അച്ഛന്റെ കണ്ണീരിൽ ഇവള് വീണ എല്ലാം തീർന്നു, അതിനു മുമ്പ് മാല ഇട്ടാലോ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് അവളുടെ കഴുത്തിലേക്ക് ആ മാല ഇടുന്നുണ്ട്. അപ്പോഴേക്കും ഫോട്ടോ എടുക്കുന്നതിന്റെ ഫ്ലാഷ് ലൈറ്റുകളും അവിടെ മിന്നി മറയുന്നുണ്ട്. അരുൺ ദേഷ്യത്തോടെ എടാ എന്ന് വിളിക്കുമ്പോഴേക്കും സൂര്യയും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും ഗോപിയേട്ടനും ഒരു മാല എടുത്തോണ്ട് പിടിക്കുമോളെ എന്ന് പറഞ്ഞ് നിധിയുടെ നേരെ നീട്ടുമ്പോഴേക്കും അവളും സങ്കടത്തോടെ കരഞ്ഞോണ്ട് രാജീവിനെ നോക്കി നിൽപ്പാ. ഒരു നിമിഷം അവൾ സുധീഷിന്റെ നേരെ നോട്ടമയക്കുമ്പോഴേക്കും മാല വാങ്ങിക്കാനായി സുധീഷും കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അത് വാങ്ങിക്കു കുട്ടി, വാങ്ങിച്ച് കഴുത്തിലിടുന്ന SI പറയുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ വീണ്ടും അച്ഛനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. കരഞ്ഞോണ്ട് നിൽക്കാത്തത് വാങ്ങ് എന്ന് സുധീഷും പരിഭ്രമത്തോടെ പറയുമ്പോഴേക്കും വേഗാവട്ടെ എന്ന് SIയും പറയുന്നുണ്ട്. ഗോപിയേട്ടനും ആ മാല നീട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴേക്കും വാങ്ങടോ, വാങ്ങിച്ചെന്റെ കഴുത്തിലിട്ടു തായെന്ന് സുധീഷും പറയുന്നുണ്ട്. അവൾ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ആ മാല വാങ്ങിക്കൊണ്ട് സങ്കടത്തോടെ നിന്ന് കരയുന്നുണ്ട്. കാഴ്ച കാണുന്ന സൂര്യയും ദേഷ്യത്തോടെ നോ നോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇട് എന്ന് പറഞ്ഞ് സുധീഷ് തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും നിധി ആ മാലയും പിടിച്ച് സങ്കടത്തോടെ അച്ഛനെ തന്നെ നോക്കി നിൽക്കണ കണ്ട് അവൻ അവളുടെ കൈ പിടിച്ച് ആ മാല തന്റെ കഴുത്തിലേക്ക് ഇടിക്കുന്നുണ്ട്. വീണ്ടും ഫോട്ടോയുടെ ഫ്ലാഷ് ലൈറ്റുകൾ അവിടെ മിന്നി മറയുന്നുണ്ട്. ആ കാഴ്ച കണ്ട അമ്പരപ്പോടെ സൂര്യയും തലയിൽ കൈവച്ചുകൊണ്ട് താഴോട്ടിരിക്കുന്നുണ്ട്. സുധീഷ് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും നിധിയും സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അച്ഛനെ തന്നെ നോക്കി നിൽപ്പാ. ഒരു ഫോട്ടോ എടുത്തെന്ന് SI ഫോട്ടോഗ്രാഫറോടായി പറയുമ്പോഴേക്കും ഫോട്ടോഗ്രാഫർ അവർ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോപിയേട്ടൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു താലിമാല എടുത്തോണ്ട് നമ്മുടെ മുടുക്കിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങിച്ചതാ, ദാ കെട്ടടാന്നും പറഞ്ഞ് ആ മഞ്ഞച്ചരടിൽ കോർത്ത താലി സുധീഷിന്റെ നേരെ നീട്ടുന്നുണ്ട് ഗോപിയേട്ടൻ. അവൻ കൈനീട്ടിയത് വാങ്ങുമ്പോഴേക്കും കെട്ടെന്ന് ഗോപിയേട്ടൻ വീണ്ടും പറയുന്നുണ്ട്. അത് കാണേ അരുണും അങ്കലപ്പോടെ അച്ഛന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷ് നിധിയെ താലി ചാർത്തുന്നുണ്ട്. ഫോട്ടോഗ്രാഫറും ആ കല്യാണം തന്റെ ക്യാമറയിലേക്ക് പകർത്തുന്നുണ്ട്. അതെല്ലാം കാണെ ആകെ നിരാശനായി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സൂര്യയും അവിടെ. പോലീസുകാരെല്ലാവരും ആ കാഴ്ച കണ്ട് കൈയടിക്കുമ്പോഴേക്കും ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട എന്ന് പറഞ്ഞ് വനിതാ പോലീസ് സിന്ദൂരം സൂര്യയുടെ കയ്യിലേക്കായി നൽകുന്നുണ്ട്. അവൻ അതിന്ന് കുറച്ച് സിന്ദൂരമെടുത്ത് നിധിയുടെ സീമന്തരേഖയിൽ ചാർത്തുമ്പോഴേക്കും അവളും ടെൻഷനോടെ നിൽക്കണ രാജീവിനെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ കരയുന്നുണ്ട്. SI അപ്പോഴേക്കും പറയുന്നുണ്ട്, പെൺകുട്ടികൾ വാശി പിടിച്ചാൽ പിന്നെ എതിർത്തിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് വേറെ വഴിയില്ലെന്ന്. ഈ ചെറുക്കന്റെ ജീവിതം നോക്കേണ്ടതും പോലീസിന്റെ കടമയല്ലേ? എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് സാർ ഇവരെ അനുഗ്രഹിച്ച് പോവാൻ നോക്കുന്ന രാജീവിനോടായി പറയുമ്പോഴേക്കും രാജീവും നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് നിനക്കൊരച്ഛനുണ്ടായിരുന്നു, ഈ നിമിഷത്തിൽ അയാൾ മരിച്ചു, എനിക്കുണ്ടായിരുന്ന മകളും മരിച്ചെന്ന് ഞാൻ കണക്കാക്കിക്കോളാം എന്നച്ഛൻ പറയുന്നത് കേട്ട് നിധിയും പൊട്ടിക്കരയുന്നുണ്ട്. ഇനി ഈ രാജീവ് ശങ്കറിന് ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ എന്ന് തീർത്ത് പറഞ്ഞ് രാജീവ് പോവാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും തിരിഞ്ഞു നിന്ന് ഒരു കാര്യം തീർച്ച, എന്റെ നെഞ്ചു പൊള്ളിച്ചതിന് നീ അനുഭവിക്കും, ഇവന്റെ കൂടെ ആ കുപ്പയിൽ കിടന്ന് പുഴുത്തു നരകിക്കും, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവളായല്ലോ എന്ന് നീ അലറി വിളിക്കുന്നൊരു സമയം വരും, അന്ന് നിന്റെ ഓർമ്മയിൽ പോലും ഞാൻ ഉണ്ടാവാൻ പാടില്ല, അയച്ചു കളഞ്ഞേക്കെന്ന് രാജീവൻ പറയുമ്പോഴും നിധി പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ദിഷിനെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് രാജീവൻ സ്റ്റേഷനിൽ നിന്നിറങ്ങി പോകുന്നുണ്ട്. അങ്കിളെന്ന് വിളിച്ച് സൂര്യയും രാജീവിന്റെ പുറകെ ചെന്ന് തിരികെ വന്ന അരുണിനോടായി ഞാൻ ഇനി എന്തു ചെയ്യും, വിളിച്ചു വരുത്തിയ ആളുകളോട് എന്ത് സമാധാനം പറയും എന്നലറുന്നുണ്ട്. SI അപ്പോഴേക്കും അവനോടായി പറയുന്നുണ്ട്, ഇനിയും നീ ഇവിടെ കിടന്ന് ഒച്ച വെച്ച ഉറപ്പായി ഞാൻ നിന്നെ തല്ലും, ഇവനെ പിടിച്ച് പുറത്താക്കണമെന്ന് പോലീസുകാരനോടായി പറയുമ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് സൂര്യയെ പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിധിയുടെ അരികിലേക്കായി അരുണെത്തി അച്ഛൻ ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് നിധിയോടായി പറഞ്ഞ് സുധീഷിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ ഇതിനനുഭവിക്കും, നരകയാതന അനുഭവിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. SI അത് കേട്ട് എടോ ഭീഷണിയൊന്നും വേണ്ട, ഇറങ്ങി പോവാൻ നോക്ക്, പിന്നെ പോകുമ്പോഴേ ആ പുറത്ത് നിൽക്കുന്ന കിങ്കരന്മാരെ കൂടി കൊണ്ടുപോയിക്കോ ചെല്ലെന്ന് പറയുമ്പോഴേക്കും അരുണും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്.
അത് കാണാൻ നിധിയും സങ്കടത്തോടെ അവന്റെ പുറകെ ഓടിച്ചെന്ന് സ്റ്റേഷന് പുറത്തെ വരാന്തയിലിട്ട ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും രജിസ്ട്രാർ SIയോടായി ചോദിക്കുന്നുണ്ട്, അപ്പോ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നാലോന്ന്. സയ്യദ് സമ്മതിക്കുമ്പോഴേക്കും ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എടുക്കെന്ന് സുധീഷിനോടായി രജിസ്ട്രാർ പറയുന്നുണ്ട്. സുധീഷ് തന്റെ ആധാർ എടുത്തു കൊടുക്കുമ്പോഴേക്കും ആ കുട്ടിയുടെ ആധാർ ഇല്ലെന്ന് സുധീഷിനോടായി SI ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് ഒരു കാര്യം ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അന്ന് നിധിയുമൊത്തുള്ള കാർ യാത്രയിൽ വണ്ടി നിർത്താനായി അവൾ പറയുന്നതും ആധാർ കാർഡിന്റെ കോപ്പി എടുക്കണമെന്ന് പറയുന്നതുമെല്ലാം അവൻ ഓർമ്മിക്കുന്നുണ്ട്. ആധാർ കയ്യിലുണ്ടോന്ന് ചോദിക്കുമ്പോൾ മൊബൈലിൽ ഫോട്ടോയുണ്ടെന്ന് നിധി പറയുന്നതും തന്റെ മൊബൈലിലേക്ക് അയച്ചാൽ മതിയെന്നും താൻ അതെടുത്തോളാമെന്ന് സുധീഷ് പറയുന്നതുമെല്ലാം അവൻ ഓർത്തെടുക്കുന്നുണ്ട്. തന്റെ മൊബൈലിലുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ആധാർ കാർഡ് രജിസ്ട്രാറെ കാണിക്കുന്നുണ്ട്. അത് കാണെ ഗോപിയേട്ടനും ചിരിയോടെ ചോദിക്കുന്നുണ്ട്, എല്ലാം കയ്യിലെടുത്ത് തീരുമാനിച്ചുറപ്പിച്ച് പോന്നതാണല്ലേന്ന്. സുധീഷും ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴേക്കും അല്ല ഇതെന്തിനാ സാറേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ് എന്ന് SI പറയുമ്പോൾ എന്നിട്ടെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് വന്ന് വാങ്ങണമെന്ന് SIയും പറയുന്നുണ്ട്. അല്ല ഇവിടെ വരണമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇവിടെ വന്നാൽ മതിയെന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അല്ല അപ്പോ നിയമപരമായി ഞങ്ങള് ഭാര്യയും ഭർത്താക്കന്മാരുമായി അല്ലേ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. ഗോപിയേട്ടനും അത് കേട്ട് ചിരിയോടെ നിനക്കെല്ലാം സംശയമാണല്ലോടാ, ഈ പെണ്ണ് നിന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് കളിയായി പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷും സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും നിധിയും ആ വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. രജിസ്ട്രാറും സുധീഷിന്റെ മൊബൈൽ തിരികെ നൽകിക്കൊണ്ട് രണ്ടുപേരും സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സുധീഷ് അതിൽ സൈൻ ചെയ്യുമ്പോഴേക്കും പെൺകുട്ടിയെ വിളിക്കാനായി രജിസ്ട്രാർ പറയുന്നുണ്ട്. അത് നിധിയുടെ ഒപ്പ് ഞാൻ വാങ്ങിച്ചോളാം സാർ എന്ന് സുധീഷ് പറയുമ്പോൾ എന്തേ ആ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് SIയും ചോദിക്കുന്നുണ്ട്. സുധീഷും പരിഭ്രമത്തോടെ അത് പിന്നെ അല്ല ആ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയല്ലേ സാറേ എന്ന് ചോദിക്കണ കേട്ട് അല്ല സാറേ പുതുമോടിയുടെ കരുതല സാറേ എന്ന് ഗോപിയേട്ടനും ചിരിയോടെ പറയുന്നുണ്ട്. സുധീഷും അത് കേട്ട് നാണത്തോടെ ചിരിക്കുമ്പോഴേക്കും ചെല്ലെന്ന് സുധീഷിനോടായി SI പറയുന്നുണ്ട്. സുധീഷ് രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് ആ ഫയലും വാങ്ങിക്കൊണ്ട് സൈൻ ചെയ്യിക്കാനായി വരാന്തയിലേക്ക് നിധിയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ നിധിയുടെ അരികിലെത്തിയ നിധി ഇതിലൊരു സൈൻ വേണമെന്ന് പറയുന്നുണ്ട്. എന്താത് എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഇത് രജിസ്റ്റർ മാരേജ് ഫോം, ഒരു സൈൻ മാത്രം മതിയെന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ആ ഫയൽ തട്ടി മാറ്റിക്കൊണ്ട് എനിക്ക് പറ്റില്ല എടുത്തോണ്ട് പോ, നിങ്ങൾ പറ്റിക്കായിരുന്നല്ലേ, പോടാ കടന്നു പോ എന്ന് ദേഷ്യത്തോടെ അലറി വിളിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.